ഹായ് ഗൈസ്, യു കെയിലെത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. രാവിലെ തന്നെ പിള്ളേർ വിളിച്ചെണീപ്പിച്ച് അവരെ സ്കൂളിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. ഇവിടുന്ന് ആക്ച്വലി തൊട്ടടുത്താണ് സ്കൂളെങ്കിലും നമ്മൾ വണ്ടി എടുത്താണ് വണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് നടന്നു പോകാനുണ്ട്. അവരെ കൊണ്ടുവിടുന്ന സമയത്ത് അവരുടെ സ്കൂളിലുള്ള ഏതൊരു വലിയ മരത്തിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏകദേശം 500 വർഷം പഴക്കമുള്ളതാണെന്നൊക്കെ. നമ്മൾ രാവിലെ ഒന്ന് കഴിക്കാനാണ് ഇറങ്ങിയത്. സോ ഇന്ന് കഴിക്കാൻ പോകണം, പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇംഗ്ലണ്ടിലെത്തിയ സ്ഥിതിക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. സോ നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകാനുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക്. വണ്ടി നമ്മളൊരു പാർക്കിൽ കൊണ്ടിട്ടു. കുറച്ചങ്ങോട്ട് നടന്നു പോകാനുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് നടക്കാനുള്ളൂ. ഇതൊരു റെസ്റ്റോറൻ്റ് ഒന്നുമല്ല, ഇത് ആക്ച്വലി ഒരു പബ്ബാണ്. ഇവിടുത്തെ ഫുഡ് ആക്ച്വലി കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പറഞ്ഞതൊരു ലാർജ് മീലാണ്. ഞാൻ കഴിച്ച് തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. മലയാളി സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ നിന്ന് കിട്ടും. കൊള്ളാം, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. സോ നമ്മൾ ടെസ്കോയിൽ പോകാമെന്ന് വിചാരിച്ചു. ടെസ്കോയിൽ ഇതുപോലെയാണ്, നമ്മളെല്ലാ സാധനങ്ങളും സ്കാൻ ചെയ്തെടുക്കും. എന്നിട്ട് ഈ ഒരു മെഷീൻ കൊണ്ടുവന്നിട്ട് ബില്ലിങ്ങിൻ്റെ അവിടെ കൊണ്ട് സ്കാൻ ചെയ്താൽ മതി. സോ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ്ലി പേ ചെയ്യാം. അതായത് കൗണ്ടറിൽ ഇത് സ്കാൻ ചെയ്യാനോ ബില്ല് ചെയ്യാനോ വേറെ പ്രത്യേകിച്ച് ആൾക്കാരുണ്ടാവില്ല. നമുക്ക് സെൽഫായിട്ട് തന്നെ ഇതിൻ്റെ ബില്ലിങ് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. സോ കുറച്ച് കുപ്പിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നാളത്തേക്കുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വാങ്ങിക്കുന്നത്. സോ നമ്മളവിടെ സാധനങ്ങളൊക്കെ മേടിച്ചിറങ്ങി വീട്ടിൽ പോയി. കുറച്ച് പണികളുണ്ട്. ഫസ്റ്റ് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിടണം. നാളെ നമുക്ക് പള്ളിയിൽ പോകാനുള്ളതാണ്. ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ വീട്ടിൻ്റെ ആദുർബാനയാണ്. അപ്പോൾ അവൻ്റെ ആദുർബാനയ്ക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ നാളെയാണ് ആദുർബാന. സോ പള്ളിയിൽ പോകാനുള്ളതായതുകൊണ്ട് 2 വണ്ടി ഒന്ന് കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചു. സോ സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നാളെ. അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ.